വഖഫ് നിയമ ഭേദഗതി വിഷയത്തിലടക്കം യു.ഡി.എഫ് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വഖഫ് നിയമവും യു.ഡി.എഫ് കീഴടങ്ങലും എന്ന പേരിൽ മലപ്പുറത്ത് CPM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത പിണറായി വന്ദേമാതരം ആലാപന വിഷയമടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം അഴിച്ചുവിട്ടത്. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടിരുന്ന കേരളം ഇന്ന് പല നിലപാടുകൾക്കും മുന്നിൽ കീഴടങ്ങുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പുതിയ സർക്കാർ അധികാരമേറ്റത് തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടാണെന്നും അതിൽ തന്നെ സർക്കാരിന്റെ RSS അജണ്ടകൾക്കുള്ള കീഴടങ്ങൽ വ്യക്തമായതായും അദ്ദേഹം ആരോപിച്ചു. വന്ദേമാതര വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പാർട്ടി ആസ്ഥാനത്തും പൂർണ്ണമായി പാടി അവർ RSS നയങ്ങൾക്കൊപ്പമാണെന്ന് തെളിയിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്ത് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ അമുസ്ലിങ്ങൾ വേണമെന്ന തോന്നൽ വരുന്നത് വർഗീയ ചിന്തയാണ്. അതിനായി ഒരു കേന്ദ്ര ബിൽ വരുന്നു. ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ മറ്റു മതങ്ങളെ ലക്ഷ്യമിട്ടാകും ഇത്തരം നീക്കം. എന്തിനാണ് മതത്തിന്റെ സ്ഥാപനങ്ങളിൽ സർക്കാർ കൈകടത്തുന്നത്? ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്നത് പച്ചയായ വർഗീയതയാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. RSS അജണ്ടയുടെ നയം എങ്ങനെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു? വകുപ്പ് ലീഗ് മന്ത്രി ആരുടെ മുൻപിലാണ് കീഴ്പ്പെട്ടത്? RSS അജണ്ടയോട് കീഴടങ്ങിയോ എന്ന് മന്ത്രി വ്യക്തമാക്കണം. എല്ലാറ്റിലും അറിവുള്ള മന്ത്രി എന്തുകൊണ്ട് വഖഫ് ബില്ലിലെ അമുസ്ലിം നിയമനത്തെ എതിർത്തില്ലെന്നും പിണറായി ചോദിച്ചു. സർക്കാരിന്റെയും യു.ഡി.എഫിന്റെയും നിലപാടുകൾക്കെതിരെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പ്രതിനിധിയായി പങ്കെടുത്തതും ശ്രദ്ധേയമായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വഖഫ് വിഷയത്തിലടക്കം സർക്കാരിനോടുള്ള സമസ്തയുടെ എതിർപ്പിന്റെ സൂചനയായാണ് ഫൈസിയുടെ സാന്നിധ്യം വിലയിരുത്തപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉമർ ഫൈസി മുക്കം ഉന്നയിച്ചത്. വഖഫ് വിഷയത്തിൽ ഷോൺ ജോർജിനെ പിന്തുണച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ സർക്കാർ വാദിച്ചതെന്ന് ഉമർ ഫൈസി പറഞ്ഞു. വേണമെങ്കിൽ 2 RSSകാരെ തന്നെ വെക്കാം എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. സഖാവ് ഉമർ ഫൈസിയും ഹംസയും ഉള്ള ബോർഡ് പറ്റില്ല എന്നതുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ അത്തരം നിലപാട് എടുത്തത്. മതപരമായ നിലപാട് തകർന്നാലും കുഴപ്പമില്ല. ഉമർ ഫൈസിയും ഹംസയും മാറിയാൽ മതിയെന്നാണ് സർക്കാർ നിലപാട്. RSSന്റെ ഒപ്പം നിന്ന് തരം താഴേണ്ട അവസ്ഥയുണ്ടായി. ഹംസയെയും തന്നെയും പുറത്താക്കാനാണ് സർക്കാർ ശ്രമമെന്നും ഉമർ ഫൈസി മുക്കം ആരോപിച്ചു.